ഹായ് ഓൾ, വെൽക്കം ടു നൈലാസ് മോം. ഒരു ഈസി സമ്മർ ഫ്രോക്ക് ഡിസൈനാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 25 ഇഞ്ച് ലെങ്ത്തുള്ള ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ഇതൊരു കുഞ്ഞുടുപ്പാണ്. നമ്മൾ ആദ്യം തുണി രണ്ടായിട്ട് മടക്കിയിടാണ്. അതിനുശേഷം നമുക്കിതിൻ്റെ മുകളറ്റം ഒരു 5 ഇഞ്ച് വീതിയിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിടണം. ഇനി ഇത് വീണ്ടും നമുക്ക് ഒന്നുകൂടെ 4ആയിട്ട് മടക്കിടാം. നോർമലി നമ്മൾ കട്ട് ചെയ്യാനും മടക്കിടും പോലെ 4ആയിട്ട് മടക്കിടാം. നമ്മൾ സാധാരണ ഷോൾഡറിൻ്റെ അളവിനേക്കാളും 1.5 ഇഞ്ച് കൂടുതലായിട്ട് എടുക്കണം. ഇവിടെ 5.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ അതൊരു കുഞ്ഞുടുപ്പാണ്. അതുപോലെ ആം ഹോളും ഞാൻ 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം മടക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ട് 5 ഇഞ്ച് വീതി ഉണ്ടല്ലോ, അത്ര തന്നെയാണ് നമ്മുടെ ആം ഹോളും വരുന്നത്. ചെസ്റ്റ് അളവ് ഞാനിവിടെ 6.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഷോൾഡർ നമ്മളെടുത്തത് 5.5 ഇഞ്ചാണ്. ചെസ്റ്റ് അളവ് 6.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ ലെങ്ത്ത് 14 ഇഞ്ചാണ് വേണ്ടത്. അടിയിൽ ഫ്രില്ല് വെച്ച് കൊടുക്കുന്നുണ്ട്, അതിനൊരു 3 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അത് കൂടാതെ അത് കുറച്ചിട്ട് നമുക്ക് 11 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ സെയിം അലവൻസും കൂടെ കൂട്ടിയിട്ട് നമുക്ക് 12 ഇഞ്ച് മാർക്ക് ചെയ്യാം. ശേഷം ഈ അറ്റം നമുക്കൊരു 2 ഇഞ്ച് കയറ്റിയിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ആം ഹോൾ കട്ട് ചെയ്യാം. ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ അടിഭാഗത്തേക്ക് നമുക്കൊന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുത്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ ഓൾറെഡി ഫോൾഡ് ചെയ്ത് വെച്ച ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഈ ഫോൾഡ് ചെയ്ത ഭാഗമാണ് നമുക്ക് സ്ലീവിന് ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മുടെ ബോഡി പാർട്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ 4 പീസ് കിട്ടിയിട്ടുണ്ട്. 2 സ്ലീവ് പീസും 2 ബോഡി പാർട്ടും നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമ്മുടെ ബാക്കിയുള്ള 12 ഇഞ്ച് തുണി ഉണ്ടല്ലോ, അത് നമുക്ക് 4 ഇഞ്ച് വീതിയിലുള്ള 3 പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ സബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതിൽ 2 പാർട്ട് നമുക്ക് ഫ്രോക്കിൻ്റെ അടിഭാഗത്ത് ഫ്രില്ല് കൊടുക്കാനുള്ളതാണ്. ഒരു പീസായിട്ട് നമുക്ക് സ്ലീവ്സിലും അതുപോലെ ഫ്രില്ല് കൊടുക്കണം. ഈക്വലായിട്ടുള്ള 3 പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ 2 പാർട്ട് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. നമുക്കിതിൻ്റെ 2 സൈഡും മടക്കി സ്റ്റിച്ച് ചെയ്യണം, അല്ലെങ്കിൽ റോൾഡ് ഹെം ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനുള്ളതാണ്. അത് നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്യാം. ഇതിൻ്റെ 2 സൈഡ് നമ്മൾ മുകൾ ഭാഗവും അടിഭാഗവും റോൾഡ് ഹെം ചെയ്ത് കൊടുക്കാം. ഇതാ ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ മേലേക്ക് 1 ഇഞ്ചോളം കയറ്റി വെച്ചതിന് ശേഷം ചെറിയ ഞൊറിവുകൾ കൊടുത്ത് ഈ സ്ലീവ് ചെയ്ത പോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെറിയ ഗാദറിങ്സാണ് കൊടുക്കേണ്ടത്, നല്ല ഭംഗി ഉണ്ടാവുക. ഒക്കെ 2 സ്ലീവ്സും ഇതാ ചെയ്തിട്ടുണ്ട്.
അതിനുശേഷം നമ്മുടെ ബോഡി പാർട്ടിലേക്ക് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഈ ആം ഹോളിൻ്റെ ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 സ്ലീവും 2 ഭാഗത്തായിട്ട് നമുക്ക് ഓരോ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അടുത്ത പീസും കൂടി എടുത്തിട്ട് അതിൻ്റെ ആം ഹോളും ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് റൗണ്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. 2 സൈഡിൽ സ്ലീവ്സ് വന്ന് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നിർത്തിയിട്ടതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളറ്റവും നമുക്ക് ഇതുപോലെ തന്നെ റോൾഡ് ഹെം ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് അതിനോട് ഒരു 3/4 ഇഞ്ച് 1 ഇഞ്ചോളം താഴേക്ക് മാറിയിട്ട് ഇതിന് ചുറ്റുമായിട്ട് നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കണം. ആ ലൈനിന് താഴെ 1 ഇഞ്ച് കൂടെ മാറിയിട്ട്, 1 ഇഞ്ച് വേണ്ട 3/4 ഇഞ്ച് മാറിയിട്ട് ഒന്നുകൂടെ ലൈൻ വരച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് ആ 2 ലൈനിൽ കൂടെ ഇലാസ്റ്റിക് ത്രെഡ് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ ഇതിൻ്റെ നല്ല ഭാഗത്ത് തന്നെയാണ് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട്. എന്നാലും നമുക്ക് ഇലാസ്റ്റിക് താഴെ വെച്ച് സ്ട്രൈറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇലാസ്റ്റിക് ത്രെഡ് തന്നെ വേണമെന്നില്ല, നമുക്ക് നല്ല വീതി കുറഞ്ഞ 1/4 ഇഞ്ച് വീതിയിലുള്ള ഇലാസ്റ്റിക് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇലാസ്റ്റിക് ത്രെഡ് യൂസ് ചെയ്യൽ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അറിയില്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം, ഞാൻ പറഞ്ഞുതരാം. ഇത് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്യാം, ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗത്ത് ഫ്രില്ല് കൂടെ വെച്ച് കൊടുത്ത് ഇത് ഫിനിഷ് ചെയ്യാം. സ്ലീവിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ 1 ഇഞ്ച് കയറ്റിയിട്ട് നമുക്ക് അതുപോലെ തന്നെയാണ് ഇവിടെ അടിഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അത്യാവശ്യം നല്ല ഫ്രില്ല് കിട്ടും. ഓക്കെ, അപ്പം നല്ല അടിപൊളിയായി വന്നിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ഇതിനൊരു ബോ ഒക്കെ കൊടുത്ത് ഒന്നുകൂടെ ഭംഗിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.